ഈ സാഹിത്യോത്സവം നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളീയ സംസ്കാരത്തിൻ്റെ പ്രതിനിധികൾക്ക് ഒന്നിച്ചിരുന്ന് പ്രതിബന്ധങ്ങളില്ലാതെ ചർച്ച ചെയ്യാനുള്ള ഒരു തുറന്ന വേദി എന്ന നിലയിലാണ് സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും സാംസ്കാരിക സംവാദങ്ങൾക്കുള്ള ഇടം ചുരുങ്ങി വരുന്ന ഒരു ഇന്ത്യൻ സന്ദർഭത്തിൽ വിഭിന്ന വീക്ഷണങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ പിന്തുടരുന്ന ആളുകൾക്ക് പരസ്പര ബഹുമാനത്തോടെ ഇരുന്ന് ചർച്ച ചെയ്യാനും തുറന്ന സംവാദങ്ങളിൽ ഏർപ്പെടാനുമുള്ള ഒരു വേദി എന്ന നിലയിലാണ് ഈ സാഹിത്യ ഉത്സവത്തെ ഞങ്ങൾ കാണുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എഴുത്തുകാരുടെ പങ്കാളിത്തം കൊണ്ടും കേൾവിക്കാരുടെ പങ്കാളിത്തം കൊണ്ടും കൂടുതൽ സമ്പന്നമായ ഒരു സാഹിത്യോത്സവമാണ് ഈ വർഷം നടക്കുന്നത്. അതിന് കോഴിക്കോട്ട് ഉള്ളവരും പുറത്തുനിന്ന് വന്നവരുമായ നിങ്ങളോടാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതലായി ഞാനും എൻ്റെ സഹപ്രവർത്തകരും നന്ദി പറയേണ്ടത്. ഇവിടെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒട്ടേറെ വിഷയങ്ങൾ ആശയപ്രധാനമായ ഒരു ഉത്സവം എന്ന നിലയിലാണ് നാം ഇതിനെ സംവിധാനം ചെയ്തിട്ടുള്ളത്. പുസ്തക പ്രധാനം എന്നതിനേക്കാൾ ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന, പലപ്പോഴും പ്രകോപനപരമായി പോലും ചർച്ച ചെയ്യപ്പെടുന്ന, അതേസമയം അന്യോന്യ ആദരവോടുകൂടി മനുഷ്യർക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു വേദി ഒരുക്കുകയാണ് ഈ കേരള സാഹിത്യോത്സവം ചെയ്യുന്നത്. ഇത് അനേകം വിഷയങ്ങൾ സാഹിത്യത്തെ സംബന്ധിച്ച്, കലയെ സംബന്ധിച്ച്, സംസ്കാരത്തെ സംബന്ധിച്ച്, രാഷ്ട്രീയ അവസ്ഥയെ സംബന്ധിച്ച്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്, അങ്ങനെയുള്ള ഒട്ടേറെ പ്രസക്തങ്ങളായ സമകാലീന പ്രമേയങ്ങൾ ചർച്ച ചെയ്യുന്ന വേദികൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സാഹിത്യത്തിന്റെ എല്ലാ ധാരകളും, സ്ത്രീകളുടെ സാഹിത്യവും ദളിത് സാഹിത്യവും ഉയർന്നു വരുന്ന യുവാക്കളുടെ സാഹിത്യവും ഉൾപ്പെടെയുള്ള എല്ലാ ധാരകളെയും തന്നെ പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള സെഷനുകൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കലകൾ തമ്മിലുള്ള ഒരു സംവാദം, തലമുറകൾ തമ്മിലുള്ള ഒരു സംവാദം, കേരളത്തിലെ എഴുത്തുകാരും ഇന്ത്യൻ എഴുത്തുകാരും തമ്മിലുള്ള സംവാദം, കേരളത്തിലെ എഴുത്തുകാരും വിദേശികളായ എഴുത്തുകാരും തമ്മിലുള്ള സംവാദം, ഇവയെല്ലാം ചേർന്ന രീതിയിലുള്ള ഒരു അനേകം തലങ്ങളിലുള്ള സംവാദമാണ് ഈ സാഹിത്യ ഉത്സവത്തിൽ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ സാഹിത്യോത്സവത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സ്വാഗതം ചെയ്യുന്നതിന് എനിക്ക് അതുല്യമായ സന്തോഷമുണ്ട്. അധ്യക്ഷൻ ശ്രീ പ്രദീപ് കുമാർ MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി, ഇവിടെ വേദിയിലുള്ള മറ്റു ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഈ സാഹിത്യോത്സവം ഇത് 2ാമത് വർഷമാണ് ഇപ്പോൾ നമ്മളിവിടെ നടത്തുന്നത്. DC ബുക്സ് കൈയെടുത്ത് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സഹകരണമുണ്ട്. ശ്രീ സച്ചിദാനന്ദനെ പോലെയുള്ള ഏറ്റവും പ്രതിഭാശാലികളായ ആളുകൾ ഇതിന് നേതൃത്വം നൽകുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മുടെ സാഹിത്യ ലോകത്തിൻ്റെ ഒരു വളരെ ധൈഷണികമായിട്ടുള്ള ഒരു സംവാദവും ഏറ്റുമുട്ടലിൻ്റെയൊക്കെ അരങ്ങായി ഈ സാഹിത്യോത്സവം 2 വർഷമായിട്ട് മാറിയിരിക്കുന്നു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, ആസ്വാദകർ, സാഹിത്യകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ സയുക്തികമായൊരു തുടർച്ച ഇനിയുള്ള വർഷങ്ങളിലും ഉണ്ടാകണമെന്നാണ്. തിരുവനന്തപുരത്തെ ഫിലിം ഫെസ്റ്റിവൽ പോലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് ഒരു വലിയ കാര്യമാണ്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ നാടകോത്സവം അന്താരാഷ്ട്ര തലത്തിൽ തൃശ്ശൂരിൽ അതൊരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് എല്ലാ വർഷങ്ങളിലും നടക്കുന്നു. കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടുള്ള ഈ സാഹിത്യോത്സവം അതുപോലെ അതിൻ്റെ പ്രധാന വേദിയായി കോഴിക്കോട് തന്നെ മാറണമെന്നും അതിന് തുടർച്ചയുണ്ടാകണമെന്നും അതൊരു സ്ഥിരമായ ഒന്നായി മാറണമെന്നും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കേരള സർക്കാരിൻ്റെ നേതൃത്വപരമായിട്ടുള്ള ഇടപെടലും അതിൻ്റെ പങ്കും ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം ഇവിടുത്തെ സാഹിത്യകാരന്മാരുടെയും ആസ്വാദകരുടെയും എല്ലാവരുടെയും മനസ്സിൽ ഒരേപോലെ തുടിക്കുന്ന ആ ആഗ്രഹം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. മുഖ്യ പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, സാഹിത്യോത്സവം ഇവിടെ നടക്കുന്നുണ്ടെന്നും
ഏതെങ്കിലും ഒരു സമയത്ത് എന്നോട് കയറണമെന്നുമാണ് രവി പറഞ്ഞിരുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് 10:30 എന്നൊരു സമയം ഇതിന് നിശ്ചയിച്ചിരുന്നുവെന്നും അതിന് നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് എന്നും മനസ്സിലാകുന്നത്. അപ്പോൾ വൈകിയതിന് ഞാൻ ഉത്തരവാദി തന്നെ, പക്ഷേ എൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല അത് എന്നത് പങ്കിടാനാണ് ഈ കാര്യം ഞാൻ പറഞ്ഞത്. ഇവിടെ ഇത്തരമൊരു മഹാസാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇപ്പോൾ DC കിഴക്കേമുറി സ്വാതന്ത്ര്യ സമര സേനാനിയും സാംസ്കാരിക നായകനുമായിരുന്നു. അദ്ദേഹം തുടക്കം കുറിച്ച പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ കൂടിയാണ് ഇത്തരമൊരു സാഹിത്യോത്സവം സംഘടിപ്പിച്ചത് എന്നത് എല്ലാ രീതിയിലും ഔചിത്യപൂർണമായ ഒരു നടപടിയാണ്. ഇവിടെ അദ്ദേഹം നേതൃത്വം കൊടുത്ത് പടുത്തുയർത്തിയ ആ മഹാസൗധം ഇന്ന് എഴുത്തുകാരുടെ ഒരു തറവാടായാണ് മാറിയിട്ടുള്ളത് എന്നതും വസ്തുതയാണ്. നേരത്തെ മലയാളം പുസ്തകങ്ങൾ മാത്രമാണ് പ്രസിദ്ധീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നും മാറി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തി നേടത്തക്ക രീതിയിലുള്ള ഒരു പ്രസാധകശാലയായി മറ്റു ഭാഷകളിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷിലും മറ്റുമുള്ള പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുന്ന നില വന്നിരിക്കുന്നു. നമ്മുടെ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് എല്ലാ അർത്ഥത്തിലും അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പൊതുവെ അസഹിഷ്ണുതയുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത സാഹിത്യ രംഗത്താണെന്നാണ് തോന്നുന്നത്. കാരണം എഴുത്തുകാരോട് നിങ്ങൾ ഇന്ന കൃതിയെ പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ എന്ന് കൽപ്പിക്കുന്ന നില തന്നെ വന്നു ചേരുകയാണ്. അതുപോലെ തന്നെ ഏത് കൃതി പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നും ചിലര് തീരുമാനിക്കുന്ന അവസ്ഥയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയൊരു ശാസനയുമായി ചിലര് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന അവസ്ഥ അത് വലിയ തോതിൽ വളർന്നു വരികയാണ്. സാഹിത്യത്തിന് പുറത്തു നിന്നുകൊണ്ട് സാഹിത്യത്തിൻ്റെ അവസാന വാക്ക് പറയാനാണ് അത്തരം ചില ശക്തികൾ ശ്രമിക്കുന്നത്. അതോടൊപ്പം അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ അങ്ങനെ പറയുന്നവരുടെ അനുയായികൾ രംഗത്തിറങ്ങുകയും വർഗീയത ശക്തിപ്പെടുത്തി വർഗീയതയുടെ ഭാഗമായി ഇത്തരം ഇൻഡാസുകൾ നടപ്പാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത് നാം കാണുകയാണ്. ഇപ്പോൾ DC ബുക്സ് തന്നെ ഒരു കൃതി പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ട സംഭവം നമുക്ക് അറിയാവുന്നതാണ്. തങ്ങൾക്കിഷ്ടപ്പെടാത്ത കൃതി എഴുതിയാൽ എഴുതിയവരെ ആക്രമിക്കും. ഇവിടെ തന്നെയുള്ള ഒരു ദുരനുഭവമുണ്ട്.
രാമായണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു സംഭവം, അതും നമുക്ക് ഇത് പറയുമ്പോൾ കോഴിക്കോട് ഓർമ്മ വരുന്ന കാര്യമാണ്. ഇനി അവർ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പ്രസിദ്ധീകരിക്കുന്ന നിലയുണ്ടായാൽ പ്രസിദ്ധീകരണശാലയെ ആക്രമിക്കുമെന്ന നിലയും വന്നു ചേരുകയാണ്. ചുരുക്കത്തിൽ ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തെ ചിന്താപരമായി വളരാതിരിക്കാനുള്ള ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വന്നാൽ പുതുതും മൗലികവുമായ ചിന്തകൾ ഉയരാതെ വരും. അത് സമൂഹത്തിൽ പടരുന്നതിന് അവസരം നിഷേധിക്കപ്പെടും. അത്തരത്തിൽ സമൂഹത്തിനകത്ത് വിഷാണുക്കൾ പ്രചരിപ്പിക്കാനാണ് ഈ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷാണുക്കൾ പ്രചരിച്ചാൽ സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായുള്ള രോഗം ബാധിക്കും. അപ്പോൾ സമൂഹത്തെ ആകെ രോഗഗ്രസ്തമാക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെല്ലാവരും മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇവിടെ ഫെസ്റ്റിവൽ ഡയറക്ടർ എന്ന നിലക്ക് ശ്രീ സച്ചിദാനന്ദൻ സംസാരിക്കുമ്പോൾ ഏതഭിപ്രായവും പറയാനുള്ള അവകാശത്തെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് നാം കാണുന്നത് വിയോജനാഭിപ്രായങ്ങൾ പറയുന്നവരെ കൊല്ലും എന്ന അവസ്ഥയാണ്. അങ്ങനെയൊരു സമൂഹമായാൽ ആ സമൂഹത്തെ എങ്ങനെ ജനാധിപത്യ സമൂഹം എന്ന് വിളിക്കും? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ഒട്ടേറെ പ്രധാനപ്പെട്ട ഉൽപ്പതിഷ്ണുക്കൾ, ചിന്തകർ, എഴുത്തുകാർ കൊല ചെയ്യപ്പെട്ടല്ലോ. ഇത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സംഭവിച്ച കാര്യമാണല്ലോ. ഇപ്പോൾ നരേന്ദ്ര ദാബോൽക്കർ എടുത്താലും ഗോവിന്ദ് പൻസാരി എടുത്താലും എം കൽബുർഗി എടുത്താലും ഇവരെല്ലാം നമ്മുടെ രാജ്യത്ത് ജീവിച്ച ഉൽപ്പതിഷ്ണുക്കളായിരുന്നല്ലോ. അവര് എന്തിനാണ് കൊല ചെയ്യപ്പെട്ടത്? എന്താണ് അവര് ആകെ ചെയ്ത അപരാധം? അവർക്കുള്ള അഭിപ്രായങ്ങൾ അവർ ധീരമായി പുറത്തു പറഞ്ഞു. അത് എഴുതാൻ തയ്യാറായി, വേദികളിൽ സംസാരിക്കാൻ തയ്യാറായി. ഇതാണല്ലോ അവര് ചെയ്ത മഹാപാതകം. ഒരു അക്രമത്തിനും പോയവരെല്ലാവരും അവര്, ഒരക്രമത്തെയും പ്രോത്സാഹിപ്പിച്ചവരുമല്ലാരോ, ഏതെങ്കിലും തരത്തിലുള്ള അക്രമത്തിന് ആഹ്വാനം നൽകിയവരുമല്ലാരോ. അപ്പൊ നമ്മുടെ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട്. അതനുസരിച്ച് തങ്ങൾക്കുള്ള അഭിപ്രായം നിർഭയമായി അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനാണ് ജീവൻ കൊടുക്കേണ്ടി വന്നത്. അപ്പോ ഈ അഭിപ്രായ പ്രകാരമാണ് കൊല്ലുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊല്ലുന്ന നിലയും എടുത്തല്ലോ. കൊല്ലുന്നവരത് മറച്ചു വെച്ചില്ലല്ലോ. എന്തിനാണ് നിങ്ങളെ കൊല്ലുന്നത് എന്ന് കൊല്ലുന്നതിന് തൊട്ട് മുൻപ് പറയുന്ന സ്ഥിതി തന്നെ ഉണ്ടായല്ലോ. ഇപ്പോ ഭരണഘടന ഉറപ്പ് നൽകുന്നതനുസരിച്ച് അഭിപ്രായം സ്വതന്ത്രമായി പ്രകടിപ്പിക്കുന്നവർക്ക്
ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുണ്ടായത്. ഇവിടെ കുറെ കാലമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണല്ലോ. നേരത്തെ എം.എഫ്. ഹുസൈൻ നമ്മുടെ രാജ്യത്ത് നിന്ന് മുൻപ് നാട് വിട്ടു പോകേണ്ടി വന്നത് ഇത്തരത്തിലുള്ള അസഹിഷ്ണുതയുടെ ഭാഗമായിട്ടായിരുന്നു. സാധാരണ നിലക്ക് ആർക്കും എതിർക്കേണ്ട ഒന്നും സംഭാവന ചെയ്യാതിരുന്ന ആളാണ് യു.ആർ. അനന്തമൂർത്തി. അഭിപ്രായങ്ങളെ എതിർക്കുന്നുണ്ടാവും, അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പ്രകടിപ്പിച്ചിട്ടുണ്ടാവും, ആ അഭിപ്രായത്തോട് വിയോജിപ്പുള്ളവരുണ്ടാവും. പക്ഷേ യു.ആർ. അനന്തമൂർത്തിയെ സാധാരണ നിലക്ക് സമൂഹം ആദരിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പാകിസ്ഥാനിലേക്കുള്ള ടിക്കറ്റ് അയച്ചു കൊടുത്തവരില്ലേ ഇവിടെ? അപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകാനുള്ള കൽപ്പന അനന്തമൂർത്തിയുടെ നേരെ പുറപ്പെടുവിക്കുകയല്ലേ ചെയ്തു. പാകിസ്ഥാനിലേക്ക് പോകാനുള്ള കൽപ്പന പിന്നീടും ചില ഘട്ടത്തിൽ ഇപ്പൊ അടുത്ത നാളിലും നമ്മുടെ രാജ്യത്ത് നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ വ്യത്യസ്ത രംഗത്തുള്ളവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ മൃണാളിനി സാരാഭായിയും മല്ലിക സാരാഭായിയും അവര് വീട്ടു തടങ്കലിൽ കഴിയേണ്ടി വന്നില്ലേ? അവർക്ക് ധീരമായ അഭിപ്രായമുണ്ടായി, അതിന്റെ മേലെയല്ലേ വീട്ടു തടങ്കലിൽ കഴിയേണ്ടി വന്നത്. ദീപാ മേത്തക്ക് തന്റെ ചലച്ചിത്രം പിൻവലിക്കേണ്ടി വന്നില്ലേ? അപ്പോ വർഗീയത കലയുടെ രംഗത്ത് കൈവച്ചാൽ മൗലികതയുടേതായ പൊടിപ്പുകൾ പോലും പിന്നെ ആ രംഗത്തുണ്ടാവില്ല എന്നാണ് ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ളവർ ഇത്തരത്തിലുള്ള സ്ഥിതിഗതികൾ രാജ്യത്ത് ഉയർന്നു വരുമ്പോൾ അതിനെതിരെ നിതാന്ത ജാഗ്രത പാലിക്കേണ്ട ഘട്ടമാണ്. ഓരോ ദിവസവും ഉണ്ടാകുന്ന സംഭവങ്ങൾ അത്തരം ജാഗ്രത പാലിക്കാനുള്ള സന്ദേശങ്ങളായിട്ടാണ് നമ്മിൽ എത്തിച്ചേരുന്നത്. ഇപ്പോ ഏറ്റവും ഒടുവിൽ MD-ക്കെതിരെ ഉണ്ടായത്, അതിന് തൊട്ടു മുൻപ് തന്നെ അതേ കാലത്ത് തന്നെ കമലിന് നേരെ ഉയർന്ന ഭീഷണി, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയാണല്ലോ. നമ്മള് കേരളീയര് സാധാരണ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കാര്യത്തിൽ ആശ്വാസം കൊള്ളാറുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും കേരളത്തിന് പുറത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ അവിടെ നടക്കുന്നതാണ്. കേരളം എന്ന് പറഞ്ഞാൽ ശക്തമായ മതനിരപേക്ഷത നിലനിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം സാധാരണ നിലക്ക് ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ സ്വതവേ ധരിക്കാറുണ്ട്. എന്നാൽ ഇതൊക്കെ ഈ അവസാനം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചതാണല്ലോ. കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥ ഉയർന്നു വരികയാണ്. അപ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക പ്രബുദ്ധതക്ക് ചേരാത്ത കാര്യങ്ങളാണല്ലോ ഇപ്പോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. കേരളത്തിന് നല്ല രീതിയിൽ സാംസ്കാരിക പ്രബുദ്ധത നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് വസ്തുതയാണ്. ആ സാംസ്കാരിക പ്രബുദ്ധതയെ കളങ്കപ്പെടുത്താൻ
ഒരു കൂട്ടർ രംഗത്ത് വരികയാണ്. അപ്പോ അത്തരം ശക്തികൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ കളങ്കപ്പെടുത്താൻ മുന്നിട്ടിറങ്ങുന്നവരെ സാംസ്കാരിക പ്രബുദ്ധതയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും കൂടി ചേർന്ന് ഒറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഭരണഘടന അനുശാസിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അത് പാലിക്കാനും ഭരണഘടന കൽപ്പിച്ച് നൽകിയിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനും കഴിയേണ്ടതായിട്ടുണ്ട്. അതിന് ശക്തമായ ഇടപെടൽ സമൂഹത്തിൽ നിന്നും ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇതൊരു ഭാഗം, അസഹിഷ്ണുതയുടേതായ ഭാഗം. നമ്മുടെ നാട് പൊതുവെ മലയാള ഭാഷയാണ് നാം എല്ലാവരും സംസാരിക്കുന്നത്. ഇപ്പോൾ മാതൃഭാഷ അവഗണിക്കപ്പെടുന്ന ചില മേഖലകളുണ്ട്. അപ്പൊ അതിനെതിരെ ശക്തമായി ഇടപെടേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. മാതൃഭാഷയോട് മലയാളിക്ക് സ്നേഹമില്ലാതാകുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന നില ഒട്ടേറെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങളിൽ വല്ലാത്ത വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. ഇപ്പൊ പരീക്ഷ എടുത്ത് IAS പരീക്ഷ മലയാളത്തിൽ എഴുതാം. പക്ഷേ ഇവിടുത്തെ ചില പരീക്ഷ, ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയാണെന്ന് വിചാരിക്കുക, അത് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുന്നതാണ് തന്നെ. അപ്പൊ മലയാളത്തെ നമ്മൾ തന്നെ, മലയാളി തന്നെ രണ്ടാം തര ഭാഷയാക്കി തരം താഴ്ത്തുന്നതല്ല. ഇതും നാം ഗൗരവമായി കണക്കിലെടുക്കേണ്ട കാര്യമാണ്. ഇപ്പോ കുട്ടികള് നീറ്റ് പരീക്ഷ എഴുതേണ്ടി വരികയാണ്. നീറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികൾ അതിലൊരു ഭാഗത്തിന് പ്രാദേശിക ഭാഷകൾ എഴുതാൻ അവകാശമുണ്ട്. പക്ഷേ മലയാളത്തിൽ എഴുതാൻ പറ്റില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും എടുത്താൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം അത് കേരളമാണെന്ന് ആരും സമ്മതിക്കും. പക്ഷെ ഇവിടെയുള്ള കുട്ടിക്ക് മലയാളത്തിൽ നീറ്റ് പരീക്ഷ എഴുതാൻ അവകാശമില്ല. ബംഗാളിയിൽ എഴുതാം, ആസാമീസിൽ എഴുതാം, ഗുജറാത്ത് ഭാഷയിൽ എഴുതാം, തമിഴ് ഭാഷയിൽ എഴുതാം, ഇങ്ങനെ ഒട്ടേറെ പ്രാദേശിക ഭാഷകൾ എഴുതാം. എന്നാൽ മലയാളത്തിൽ എഴുതിക്കൂടാ. പബ്ലിക് സർവീസ് കമ്മീഷൻ സ്വീകരിക്കുന്ന നില നേരത്തെ പരാമർശിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയാലും ദേശീയ തല പരീക്ഷാ നടത്തിപ്പുകാരായാലും ഈ മനോഭാവം മാറ്റേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മാതൃഭാഷ പ്രായോഗിക തലങ്ങളിലാവാനുള്ള നടപടികൾ ഏറ്റവും പ്രധാനമാണ്. അത് വെച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. ആ നീക്കങ്ങളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. മലയാള മാധ്യമത്തിലുള്ള പഠനം നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഭരണഭാഷ മലയാളമാക്കാനുള്ള നടപടികൾ ഊർജിതമാക്കാനും നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഗവേണൻസ് പ്രധാനമാണ്. കാലതാമസങ്ങളൊക്കെ ഒഴിവാക്കാൻ
ഏറ്റവും കാര്യക്ഷമമായും സുതാര്യമായും കാര്യങ്ങൾ നീങ്ങാനും ഇ ഗവേണൻസ് സഹായിക്കും. ഇ ഗവേണൻസ് തന്നെ മലയാളത്തിലാക്കാനുള്ള ശ്രമവും നടത്തുകയാണ്. കോടതി ഭാഷ മലയാളത്തിലാക്കേണ്ടതുണ്ട്. ഒരു വിജ്ഞാന ഭാഷ എന്ന നിലയിൽ മലയാളത്തെ വികസിപ്പിക്കാൻ കഴിയണം. അതിന് ശാസ്ത്രകൃതികൾ ഉൾപ്പെടെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഇവിടെ വന്ന് ജീവിക്കുമ്പോൾ ഇവിടെയുള്ള മറ്റുള്ളവരുമായി ഇടപെടാൻ, മറ്റുള്ളവർക്ക് തുല്യരായ പദവിയുള്ള പൗരന്മാരാക്കി മാറ്റിയെടുക്കാൻ, അവരെ മലയാളം പഠിപ്പിക്കാനുള്ളൊരു നീക്കം സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തൊഴിൽ പരീക്ഷകൾ മലയാളത്തിൽ എഴുതാൻ അവസരമുണ്ടാക്കണം. ഇത്തരത്തിലുള്ള പദ്ധതികളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സാധാരണ നിലക്ക് അറിവിന് ഭാഷ ഏറ്റവും അധികം ഉപകരിക്കുന്ന കാര്യം തന്നെയാണ്. അതിൽ മലയാളത്തിൽ പറഞ്ഞാൽ മോശം, മലയാളമല്ലാത്ത ഭാഷ പറഞ്ഞാൽ നല്ലത് എന്ന ഒരു മനോഭാവം പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ മലയാള ഭാഷ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുക, അതോടൊപ്പം മറ്റു ഭാഷകൾ നല്ല രീതിയിൽ അറിയുന്നതിനുള്ള, അത് പ്രയോഗിക്കുന്നതിനുള്ള കഴിവ് ആർജിക്കുകയും ചെയ്യുക. ഇതിനുതകുന്ന ഒരു പാഠ്യപദ്ധതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭാഷയെ പരിരക്ഷിച്ച് നിർത്താൻ എന്തൊക്കെ ചെയ്യണം എന്നതും ഈ കൂട്ടത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ചർച്ച ചെയ്യണം എന്ന് കൂടിയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം എഴുത്തുകാരുടെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു നീക്കം ഉണ്ടാകുന്നത് സ്വാഭാവികമായും അതിനെ മെച്ചപ്പെടുത്താൻ വളരെ സഹായിക്കും. ഈ സാഹിത്യോത്സവത്തിന്റെ 2ാം വർഷമാണിത്. ഇതിന് എല്ലാ വിജയവും ആശംസിക്കുകയാണ്. ഭാഷയെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും സർവോപരി മനസ്സുകളെയും നവീകരിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരു സാഹിത്യോത്സവമായി വരും കാലങ്ങളിൽ ഇത് കൂടുതൽ ശ്രദ്ധേയമായി തീരട്ടെ എന്നാണ് സ്വാഭാവികമായും ആശംസിക്കാൻ കഴിയുക. ചില ഫെസ്റ്റിവൽ വളരെ പ്രശസ്തമായിട്ടാണ്. അതിലൊന്നാണ് ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവൽ, അതുപോലെ ഫ്രാങ്ക്ഫർട്ട് ഫെസ്റ്റിവൽ, അത് ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഫെസ്റ്റിവലാണ്. അതുപോലെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അഭിമാനിക്കാൻ തക്ക വിധം ഈ ഫെസ്റ്റിവൽ ഗംഭീരമായി ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഭാവിയിലും നല്ല രീതിയിൽ ഒരുക്കാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിച്ച DC ഫൗണ്ടേഷനെയും അതുപോലെ ഇതുമായി പങ്കുചേർന്ന മറ്റെല്ലാവരെയും ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് പൂർണ്ണമായ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് KLFന്റെ സ്നേഹോപഹാരം നൽകുന്നതിനായി ഫെസ്റ്റിവൽ ഡയറക്ടർ ശ്രീ സച്ചിദാനന്ദനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
പ്രഭാഷണം നടത്തുന്നത് ശ്രീ എം മുകുന്ദൻ. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, പ്രിയ സഹോദരി സഹോദരന്മാരെ, 11:30 മണിക്ക് രാമചന്ദ്ര ഗുഹ നമ്മോട് സംസാരിക്കേണ്ടതായിരുന്നു. അരമണിക്കൂർ വൈകിയിരിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ വിശിഷ്ട അതിഥിയാണ്. രാമചന്ദ്ര ഗുഹയെപ്പോലുള്ള ഒരാളുടെ പ്രഭാഷണം കേൾക്കുവാൻ ഒരവസരം ലഭിക്കുക എന്നുള്ളത് അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുക ആണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്, എൻ്റെ പ്രഭാഷണം കേൾക്കുവാനല്ല. അതുകൊണ്ട് ഞാൻ അധികം നീട്ടി സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ അടുക്കി വെച്ചിരുന്നു നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുമായി പങ്കുചേരാൻ വേണ്ടി ഒരു സൗഹൃദ സംഭാഷണത്തിൽ. പിന്നെ അത് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത് നടന്നില്ല. സമയക്കുറവാണ് ഇതിൻ്റെ കാരണം, നമുക്ക് സമയമില്ല. എനിക്ക് എല്ലാവരുടെയും വാച്ചിൻ്റെ സൂചികളെ പിടിച്ചു നിർത്താൻ തോന്നിയിരുന്നു ഇവിടെ ഇരിക്കുമ്പോൾ. സൂചികൾ മുമ്പോട്ട് പോകരുതെന്ന്. ഇങ്ങനെ എല്ലാ വാച്ചുകളും നിശ്ചലമായിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോയ ഏതാനും നിമിഷങ്ങളാണ് ഞാനിവിടെ ചിലവഴിച്ചത്. പക്ഷേ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത ഫെസ്റ്റിവലിൻ്റെ തീയതികൾ നമുക്കിപ്പോൾ അറിയാം. ഫെബ്രുവരി 7, 8, 9, 10. അപ്പം ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങൾ ഒരുപക്ഷെ അടുത്ത വർഷം ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു ഫെസ്റ്റിവൽ, ഈ ഒരു സാഹിത്യോത്സവം ഒരു വയസ്സായിട്ടേ ഉള്ളൂ. ഈ KLF ഒരു വയസ്സായിട്ടേ ഉള്ളൂ. 2ാം പതിപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഈ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതായത് എഴുത്തുകാരുടെ പങ്കാളിത്തം, വായനക്കാരുടെ പങ്കാളിത്തം, അത് അത്ഭുതകരമാണ്. എനിക്ക് തോന്നുന്നത് ലോകത്തിലെ വലിയ സാഹിത്യോത്സവത്തിൻ്റെ സംഘാടകർ, ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിൻ്റെ സംഘാടകർ പോലും ഇത് കാണേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അവർ പോലും അത്ഭുതപ്പെട്ടു. ഞാൻ അത്ഭുതപ്പെട്ടു പോയിരുന്നു. ഇന്നലെ തന്നെ 4 വേദികളിൽ ഒരേ സമയത്താണ് ഇവിടെ ചടങ്ങുകൾ നടന്നത്. വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ വ്യക്തിത്വങ്ങൾ സംസാരിക്കുന്ന 3 വേദികളിൽ. പിന്നെ 4ാമത്തെ വേദിയിൽ ഒരുപാട് പുതിയ ചിത്രങ്ങൾ, പുതിയതും പഴയതുമായിട്ടുള്ള സിനിമകൾ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ഈ 4ഇടത്തും ഒരേപോലെ ആൾക്കൂട്ടമായിരുന്നു. അത് നമുക്കതിൽ അഭിമാനം തോന്നുന്നു. ഈ ആൾക്കൂട്ടം ഒരു തരത്തിലുള്ള വിഭാഗീയതകളും അറിയാത്തവരാണ്. പുസ്തകങ്ങൾ സ്നേഹിക്കുന്നവരാണ്, അക്ഷരങ്ങൾ സ്നേഹിക്കുന്നവരാണ്. നമ്മളിവിടെ ഇന്നലെ കണ്ട ഒരുപക്ഷെ 10,000-കണക്കിന് ആളുകൾ. അതുവരിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു, എല്ലാ മതക്കാരും ഉണ്ടായിരുന്നു, എല്ലാ ജാതിക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ അത് വലിയൊരു മതേതര കൂട്ടായ്മയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിള്ളലുകൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. സമൂഹം ഇങ്ങനെ വിഘടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ അങ്ങനെ ഇങ്ങനെ വിഭജിക്കപ്പെടുന്ന സമൂഹത്തെ നമ്മൾ ഒന്നിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിൽ വീട്ടിൽ വിള്ളലുകളെ നമ്മൾ നികത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പല ഭാഗത്തേക്ക് ചിതറി പോകുന്ന സമൂഹത്തെ നമ്മൾ പെറുക്കുകൂട്ടി വീണ്ടും ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇന്നലെ ഇവിടെ നടന്നത്. അപ്പോൾ ഇന്ന് നടക്കുന്നത് അതാണ്, ഇനി നടക്കാൻ പോകുന്നതും അതാണ്. അപ്പോൾ അതാണ് സാഹിത്യത്തിൻ്റെയും എഴുത്തിൻ്റെയും ശക്തി. എഴുത്ത് എപ്പോഴും കലാപമാണ്. നമ്മുടെ ഭയങ്കരനായ ഫെസ്റ്റിവൽ ഡയറക്ടർ സച്ചിദാനന്ദൻ പറയാറുണ്ട് എഴുത്ത് പ്രതിരോധമാണെന്ന്. അതുകൊണ്ട് എഴുത്ത് പ്രതിരോധമാണെന്നുള്ളത് നമ്മൾ ഓർത്തുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയെയും നമ്മുടെ സാഹിത്യത്തെയും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന് ഇനിയും നമുക്ക് അവസരങ്ങൾ കിട്ടും. ഇതുപോലുള്ള കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാകും. ഇനിയും നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ വരും, നമ്മോട് സംസാരിക്കും. ഒരുപക്ഷെ അടുത്ത വർഷം ഇന്ന് നമ്മൾ മിസ് ചെയ്ത സംഭാഷണം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്ര പറഞ്ഞു നിർത്തിയിട്ട് സമയം വൈകുന്നു.